കൂട്ടുകാരെ, ഞങ്ങൾ ശുദ്ധമായ പാല് കൊടുക്കാൻ വേണ്ടിയാണ് ഈ സംരംഭം തുടങ്ങിയത്. അതാവുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും മായമില്ലാത്ത നല്ല ശുദ്ധമായ പാല് കിട്ടുമല്ലോ. ഞാനിപ്പോൾ ചിങ്കം സാറിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, സ്വയം പാല് കറന്നെടുത്ത് ഇതിനെ ഒന്ന് ഉദ്ഘാടനം ചെയ്തു തരണമെന്ന്. ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും ഉദ്ഘാടനം ചെയ്യില്ല. എന്നതിന് വിളിക്കരുത്. നിങ്ങളുടെ ഏത് ബിസിനസ്സും ഞാൻ ഉദ്ഘാടനം ചെയ്താൽ എന്റെ അന്നത്തെ ദിവസം മുഴുവനും പോക്കാണ്. പ്ലീസ് സാർ, പ്ലീസ് നോക്കിക്കേ, അതിനെ കാണാൻ എന്ത് മനോഹരമാണെന്ന്. സാറ് വിചാരിക്കുന്നത് പോലെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന്. കുറച്ച് പാല് കറന്നെടുത്ത പോരെ, അത് കുറച്ച് മതി ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം. ഇനി പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം സാറേ. എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ നോക്കിക്കോ, നിങ്ങളെ രണ്ടാളും ഞാൻ വെറുതെ വിടില്ല. അടിച്ചടിച്ച് 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 നിങ്ങളുടെ എല്ലൊടിക്കും. തന്നേ, ഞാൻ പോയി പാല് കറന്നിട്ട് വരാം. കന്നാലി 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 കന്നാലി, എന്നൊന്നും ചെയ്യല്ലേ, ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഞാൻ തിരിച്ചു വന്നിരിക്കും. നിങ്ങളെ രണ്ടാളും ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞു അല്ലേ? പത്ലു, മിഠായി കൊടുക്ക്. അവരതാ വീണ്ടും വരുന്നു. ഇപ്പൊ കാണിച്ചരാ അവരെ. പാല് തരൂ. ഒരു കുഴപ്പമില്ല, തെറ്റുകളൊക്കെ മനുഷ്യന് സംഭവിക്കുന്നതല്ലേ. പക്ഷെ അതിന്റെ ശിക്ഷയും മനുഷ്യരുടെ കയ്യിൽ നിന്ന് കിട്ടും. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടാളും എവിടെയാണിപ്പോ? വേഗം പറ. നിങ്ങൾ രണ്ടാളോടും പകരം വീട്ടാൻ വേണ്ടി ഞാനിപ്പോ വരാൻ പോവാണ്. ഉദ്ഘാടനം ഇന്നലെ അല്ലായിരുന്നു, അതിന് ഇന്നാണോ പ്രതികാരം ചെയ്യാൻ വരുന്നത്? പറ സാറേ. എന്റെ അമ്മോ, ഈ ട്രക്ക് ഇന്നാണ് നിർത്തിയത്. രാത്രി മുഴുവനും ഇയാള് വണ്ടി ഓടിക്കുകയായിരുന്നു. ഞാൻ പുറകെ തൂങ്ങിയിരിക്കായിരുന്നു. എന്റെ ശരീരം മുഴുവനും വേദനിച്ചിട്ട് വയ്യ. യൂണിഫോം മുഴുവനും കീറിപ്പോയി. നിങ്ങൾ നോക്കിക്കോ, ഇതുപോലെ നിങ്ങളെ ഞാൻ കീറാൻ വരുന്നുണ്ട്. ഞാൻ അതിന് ഈ നല്ല പച്ച ഇളം പുല്ല് കൊടുത്ത് പാല് കറന്നെടുക്കും. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് വേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവർ ഒരിക്കലും വരില്ല. അത് വീണ്ടും വരുന്നുണ്ട്. നീ അവനെ കുറച്ച് ബിസിയാക്കി നിർത്ത്. ഞാൻ അതിനുള്ളിൽ പാല് കറന്നേക്കാം. ഇപ്പൊ നീ പുല്ല് കഴിക്ക്, അതിനുള്ളിൽ ഞാൻ പാല് കറന്നേക്കാം. എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായ മോട്ടു പത്ലുവിന് തിരിച്ചടി ഞാൻ കൊടുക്കുന്നത് വരെ ഞാൻ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കില്ല. ഇല്ല 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 ഇല്ല. മോട്ടു, ഇന്നത്തോടെ നിന്റെ പണി തീർന്നു. ഇന്ന് നിന്നെ വിടുന്ന പ്രശ്നമില്ല. മാറ്, വഴിന്ന് മാറ്. അവനെ എനിക്ക് വേണം. എന്റെ അമ്മ, അയ്യോ വേണ്ട, ഇനിയൊരു റൗണ്ട് എനിക്ക് പോവാൻ പറ്റില്ല. മോട്ടു പത്ലു, ഞാൻ വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നിരിക്കും. മോട്ടു വേഗം വാ, ജോലി കഴിഞ്ഞു. നമുക്കിപ്പോൾ പാല് വിൽക്കാൻ പോകണം.
ഇനിയല്ലേ രസ പാല് കുടിക്കും നമ്മൾ മോട്ടു പത്തിലവന് കിട്ടും ഇടി. കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ അല്ലേ നമ്പർ 2? വേഗം. അമ്മേ, ആരത് എന്നെ വെറുതെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്? ആരാന്ന്? വെറുതെ ബെല്ലടിച്ച മനുഷ്യനെ ശല്യപ്പെടുത്തുന്നോ? ആ. എന്താ വേണ്ടേ? നല്ല ശുദ്ധമായ പോഷകമുള്ള പാല് വേണോ? നല്ല ഒന്നാം തരം പാല്, മായമില്ലാത്തത്. മായമില്ലാത്ത ശുദ്ധമായ പാല് എനിക്കും വളരെ ഇഷ്ടമാണ്. 1 ലിറ്റർ തരൂ. ഇതാണോ ശുദ്ധമായ പാല്? ഇതിനെയാണോ ശുദ്ധമായ പാലെന്ന് പറയുന്നത്? മോട്ടു, ഇതിനകത്തെ പാലെവിടെ? നീ എന്തോ ആളെ കളിയാക്കണോ? ഇന്നാ പിടിച്ചോ. ഹലോ മൂട്ടുപത്രു, നിങ്ങൾ രണ്ടാളും ഇപ്പൊ എവിടെയാണ്? നിങ്ങളോട് പകരം വീട്ടാതെ എനിക്ക് യാതൊരു സ്വസ്ഥതയില്ല. എന്നെ കൊണ്ടുപോയ ട്രക്ക് ഇപ്പൊ നിർത്തിയിട്ടേ ഉള്ളൂ. രാത്രി മുഴുവനും ഒരു പോള ഞാൻ കണ്ണടച്ചിട്ടില്ല. എവിടെയാണ് ഇപ്പൊ നിങ്ങൾ? ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീടില്ലേ? ഞങ്ങൾ അവിടെ നല്ല ശുദ്ധമായ പാല് കൊടുക്കാൻ വേണ്ടി വന്നതാ. പക്ഷേ കുക്ഷേന്നോ എനിക്ക് കേക്കണ്ട. അവിടെ തന്നെ നിന്നോ. ഇന്ത്യ നിയമമാണ് സത്യം. അനങ്ങിപ്പോകരുത്. വിടില്ല ഞാൻ. നിങ്ങളെ വെറുതെ വിടില്ല ഞാൻ. ഇവിടെ ആയിരിക്കും അവര്. എന്താ വേണ്ടത്? നിങ്ങൾക്ക് പാല് സപ്ലൈ ചെയ്യുന്നവന്റെ കൂട്ടുകാരനാണ് ഞാൻ. അവന്മാരെ എവിടെ പോയി? ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. വേണ്ട. തല്ലല്ലേ. വേണ്ട. ഇല്ല ഇല്ല, മൂന്നാമത്തെ റൗണ്ട് എനിക്ക് പോവാൻ പറ്റില്ല. മോട്ടു പത്ലു, നിങ്ങളെ കണ്ടോളാം. ഞാൻ തിരിച്ചു വന്നിരിക്കും. ആ ദിവസവും പാല് മോഷ്ടിക്കുന്നത് നല്ലതാണ്. അന്നത്തെ പോലെ ഇന്നും ചെയ്യാം. ചെന്ന് എടുത്തോണ്ട് വാടേ, എന്നിട്ട് വാനിൽ കയറ്റ്. ബോസ് ഇത് അനങ്ങുന്ന പോലല്ലോ ബോസ്. എങ്കിൽ പിന്നെ അതിന്റെ കുട്ടിയെടുത്ത് വാലിലിട്ടോണ്ട് പോകാം. അപ്പൊ പിന്നെ അത് സ്വയമേ നമ്മുടെ പുറകെ വന്നോളും. ഈ വാൻ എപ്പ നോക്കിയാലും പറക്കം തളികയാണല്ലോ. ബോസ് മോട്ടും പത്തിലും വരുന്നുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? വാനിന്റെ കാര്യം വിട്ടേക്ക്, എന്നിട്ട് പശുക്കിടാവിനെ കൊണ്ട് ഓട്. കണ്ടില്ലേ ജോൺ നമ്മുടെ പശുക്കിടാവിനെ കൊണ്ട് പോകുന്നത്? ബൈ ബൈ മോട്ടു പത്തിലു, ബൈ ബൈ. നിക്ക് ജോണ്, അവിടെ നിക്ക്, അവിടെ നിക്കാൻ. ജോണേ, എന്ത് പറ്റി പത്തിലു? ജോണേ, ആ കുട്ടീനെ അതിന്റെ അമ്മയുടെ അടുത്തുനിന്ന് ദൂരെയാക്കരുത്. അവിടെ നിൽക്ക്. രണ്ടാൾക്കും ദൈവം കൃത്യമായ ശിക്ഷ തന്നെ കൊടുത്തിരിക്കുന്ന. അവര് രണ്ടുപേരും ഇപ്പൊ അനുഭവിക്കുന്നത് ഈ ഞാൻ അനുഭവിച്ചത് തന്നെയാണ്. ശിക്ഷ തുല്യമായിരിക്കുന്നു. എന്റെ അമ്മോ, ഈ മൂട്ടുപത്തുള്ള പ്രശ്നങ്ങളുടെ ഒരു ഫാക്ടറി ആണല്ലോ. എനിക്ക് എപ്പോഴും എന്തേലും പണി തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ പോയിട്ടൊന്ന് വിശ്രമിക്കട്ടെ. പകരം വീട്ടുന്നത് തൽക്കാലം ക്യാൻസൽ.
നമ്പർ 1 നമ്പർ 2 മോട്ടു പത്ലുവിനെ കഴുകി വിട്ടേക്ക്. ഓത്തേ ബോത്ത്. എടാ പൊട്ടക്കട്ട ഭ്രാന്തന്മാരെ, നീയൊക്കെ എന്താ ഈ ചെയ്യുന്നത്? ബോസ് ഇവരെ കഴുകാനല്ലേ പറഞ്ഞത്? കഴുകാൻ പറഞ്ഞതിന്റെ അർത്ഥം അവന്മാരെ വാരിയിട്ട് അലക്കാനാണ്. അത് ഞാൻ അവന്മാർക്ക് പറഞ്ഞു കൊടുക്കാം എങ്ങനെയാണ് അലക്കേണ്ടതെന്ന്. മോട്ടു ഇതാ സമോസ, വേഗം കഴിക്കേ. വേണ്ട, വേണ്ട, മോട്ടു, എന്നെ വിട്, എന്നെ വിട്, മോട്ടു, വേണ്ട. നിങ്ങൾ രണ്ടുപേരും വളരെ നല്ലവരാണ്. സോറി, ഞാൻ നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു. കുഴപ്പമില്ല കൂട്ടുകാരാ, ഇന്ന് തൊട്ട് നമ്മളെല്ലാം കൂട്ടുകാർ തന്നെ. ചിങ്കം, നീ ഇവിടെ ഉണ്ടായിട്ട് കൂടി ഇവിടെ ഇങ്ങനെ ട്രാഫിക് ജാം ആണല്ലോ. നിന്നെ കൊണ്ടൊന്നും വയ്യ. ഞാൻ പറയുന്നത് എത്രയും വേഗം ഈ ഫുർഫുറി നഗരത്തിൽ ട്രാഫിക് പോലീസിനെ നിയമിക്കണം. ഇറ്റ്സ് ആൻ ഓർഡർ. ഓക്കേ സർ. ഹലോ ചിങ്കം സാറേ, നിങ്ങൾ എന്താ ട്രാഫിക് ജാമിൽ കുടുങ്ങിപ്പോയോ? ഡോണ്ട് വറി, ഞങ്ങൾ ഇപ്പൊ തന്നെ ഈ ട്രാഫിക് ജാം ഒക്കെ ക്ലിയർ ചെയ്ത് തരാംന്നേ. പോയിക്കോളൂ. വേഗം റൈറ്റ്, വേഗം അങ്ങോട്ട് നിൽക്ക്, ഇങ്ങോട്ട് പോകൂ. വേഗം വേഗം. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും ട്രാഫിക് നല്ലവണ്ണം നിയന്ത്രിക്കുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളെ ട്രാഫിക് പോലീസായി നിയമിക്കാൻ പോവുകയാ. പറയൂ, എന്താ നിങ്ങൾക്കതിന് സമ്മതമാണ്? ഞങ്ങൾക്ക് സമ്മതമാണ്. താങ്ക് യു സാർ. ഇന്ന് മുതൽ ഈ ഫുർഫുറി നഗരത്തിൽ ഒരിക്കലും ട്രാഫിക് ജാം ഉണ്ടാവില്ല, അല്ലേ പത്ലു? അതെ മോട്ടു, ഫുർഫുറി നഗറിലെ ജനങ്ങളുടെ ദുസ്സഹ ജീവിതം കഴിഞ്ഞു. ഇനി നല്ല ദിവസങ്ങൾ വരാൻ പോവാണ്. അവിടെ നിൽക്കൂ. റൈറ്റിലേക്ക് പോകൂ. അവിടെ നിൽക്കൂ. വേഗം പോകൂ. രണ്ടുപേരും കുറച്ച് മുമ്പിലേക്ക് വരൂ. വരൂ, വരൂ. നീ അവിടെ നിൽക്ക്. ഇങ്ങോട്ട് വാ. റൈറ്റിലേക്ക് പോകൂ. ഇങ്ങോട്ട് വരൂ. എന്താണ് അവിടെ കിടന്ന് കാണിക്കുന്നത്? എന്റെ വണ്ടി കൂട്ടിയിടിച്ച് മൊത്തം നാശമായി. പോകരുത്. അവിടെ നിൽക്ക്. മുന്നോട്ട് വരൂ. വരട്ടെ വരട്ടെ. റൈറ്റിലേക്ക് പോകൂ. അവിടെ നിൽക്കൂ. വേഗം പോകൂ. ഇനിയിപ്പോ നിങ്ങൾ പോകൂ. എന്റെ പത്ലു, നമ്മൾ ഇത്രയും നേരം നല്ലോണമാണ് ട്രാഫിക് കൺട്രോൾ ചെയ്തത്. പിന്നെ എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ആരെങ്കിലും ഒരാളുടെ സിഗ്നൽ കാണിക്കണോ? രണ്ടുപേരോടെ കാണിച്ച് കൺഫ്യൂഷൻ ആക്കിയതാ. സോറി പത്ലു, നീ സിഗ്നൽ കൊടുക്കുന്നുണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു. നീ ഒന്ന് മാറി നിൽക്ക്, ഞാൻ ഇത് ശരിയാക്കിക്കോളാം. പത്തലു പത്തലു പത്തലല്ലേലു പത്തലു പത്തലു പത്തലല്ലേല പത്തലു പത്തലു പത്തലല്ലേലു പത്തലു. ഹെൽമെറ്റ് ഇല്ലാതെയാണോടാ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നത്? ഫൈൻ അടച്ചിട്ട് പോയാ മതി. ഓക്കേ, ഇനി ഒരിക്കലും താൻ ഹെൽമെറ്റ് ഇടാതെ മോട്ടോർ സൈക്കിളോ സ്കൂട്ടറോ ഒന്നും ഓടിക്കാൻ പാടില്ല. ഓർമ്മയിലിരിക്കട്ടെ. ഇനി നീ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക് പത്ലു, ഞാൻ ട്രാഫിക് കൺട്രോൾ ചെയ്യാം. അങ്ങോട്ട് പോ. എന്റെ പുറകിൽ തന്നെ വന്നിങ്ങനെ ശല്യം ചെയ്യുന്നേ. പോയിച്ചേ പോവാൻ. ഇല്ല.
പോകാനാ പറഞ്ഞത് നിക്ക്. പോ, അങ്ങോട്ട് പോ. നിക്ക്. മുൻപിലോട്ട്. നീ പോ. ഇങ്ങോട്ട് വാ. ഒന്ന് നിർത്ത് മോട്ടു. നീ ട്രാഫിക് കൺട്രോൾ ചെയ്യാണോ അതോ ട്രാഫിക് ജാം ഉണ്ടാക്കുകയാണോ? അവിടുന്ന് താഴേക്ക് ഇറങ്ങ്. ഓ സോറി എന്റെ പത്തില് ഒരു ഈച്ചയാണ് ഈ കുഴപ്പത്തിനൊക്കെ കാരണം. പക്ഷെ ഇവരൊക്കെ എന്തിനാ ദേഷ്യം കാണിക്കുന്നത്? കാണിക്കുന്നതല്ല, ശരിക്കും ദേഷ്യത്തില. നല്ല മണം. മോട്ടു. സമോസയും ചായയുണ്ട്, അതേ മോട്ടു, നീ എന്താ ഈ കാണിച്ചത്? അത് വേറെ ആൾക്കുള്ള ഓർഡറാ. ഇങ്ങോട്ട് താ. അതെ, ഇതിന് ഞാൻ പൈസ തന്നേക്കാം. ഞാനിതൊക്കെ ഒന്ന് കഴിച്ചോട്ടെ. ഇന്ന പൈസ. എന്റെ പത്തിലോ, നീ എന്തിനാ ഇങ്ങനെ തറയിൽ കിടക്കുന്നത്? ഇങ്ങനെ കിടന്നാ പിന്നെ ട്രാഫിക് എങ്ങനെ കൺട്രോൾ ചെയ്യും? എന്റെ മുന്നിൽ നിന്ന് മര്യാദക്ക് പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ട്രാഫിക് കൺട്രോൾ ചെയ്തോളാം. നീ അരികത്തേക്ക് മാറി നിൽക്ക്. പോ. ഓക്കെ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഹലോ മോട്ടു, കേട്ടോ? ബ്ലാക്ക് കാറിൽ DIG സാർ വന്നോണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ നല്ലപോലെ നോക്കിക്കൊള്ളണം. അദ്ദേഹത്തിന് സെല്യൂട്ട് അടിക്കണം, ബഹുമാനത്തോടെ സംസാരിക്കും ചെയ്യണം. പിന്നെ ഒരു കാര്യം, ചുവന്ന കാറിൽ ഒരു സ്മഗ്ലർ കുറെ സ്വർണം കടത്തിക്കൊണ്ട് വന്നോണ്ടിരിക്കുകയാണ്. അവനെ പിടിച്ച് അവിടെ തന്നെ നിർത്തണം. ഞാൻ അല്പസമയത്തിനുള്ളിൽ അങ്ങോട്ട് വന്നിരിക്കും. ഓക്കെ സാർ. ബ്ലാക്ക് കാറിൽ DIG സാർ വരുന്നുണ്ട്, പിന്നെ റെഡ് കാറിൽ സ്മഗ്ലറും. ബ്ലാക്ക് കാറിൽ DIG സാർ വരുന്നുണ്ട്, റെഡ് കാറിൽ സ്മഗ്ലറും വരുന്നുണ്ട്. ബ്ലാക്ക് കാറിൽ DIG, റെഡ് കാറിൽ സ്മഗ്ലർ. എടോ, ഉറക്കെ ഇങ്ങനെ ഹോൺ അടിക്കാതെ പിന്നെ ഞാൻ എല്ലാം മറന്നു പോകും. ഞാനിപ്പോ എന്താ പറഞ്ഞോണ്ടിരുന്നത്? ചിങ്കം സാർ പറഞ്ഞത് റെഡ് കാറിൽ DIG സാർ വരുന്നുണ്ട്, പിന്നെ ബ്ലാക്ക് കാറിൽ സ്മഗ്ലറും. റെഡ് കാറിൽ DIGയും പിന്നെ ബ്ലാക്ക് കാറിൽ സ്മഗ്ലറും. റെഡ് കാറിൽ DIG സാർ വരുന്നുണ്ട്, പിന്നെ ബ്ലാക്ക് കാറിൽ സ്മഗ്ലറും. എന്റെ പത്തിലോ ചിങ്കം സാറിന്റെ ഫോൺ ഉണ്ടായിരുന്നു. പറഞ്ഞത് ഇതായിരുന്നു, റെഡ് കാറിൽ DIG സാർ വരുന്നുണ്ട്, ബ്ലാക്ക് കാറിൽ ഒരു ഗോൾഡ് സ്മഗ്ലറും വരുന്നുണ്ടെന്ന്. ഓർത്ത് വെച്ചോ. റെഡ് കാറിൽ DIG സാറും ബ്ലാക്ക് കാറിൽ സ്മഗ്ലറും. ബ്ലാക്ക് കാർ എത്തിക്കഴിഞ്ഞു. നിൽക്ക്, അവിടെ നിൽക്ക്. ഓഹോ, നീ എന്താണ് കരുതിയത്? പോലീസ് യൂണിഫോം ഇട്ട് രക്ഷപ്പെട്ട് കളയാമെന്നോ? പത്തിലോ, വലിച്ച് താഴെ ഡ്രൈവനെ. അങ്ങോട്ട് നടക്ക്, നടക്ക്. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നേ? അറിയാമോ ഞാൻ ആരാണെന്ന്? വിടന്നേ. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി, നീ ആരാണെന്ന് അറിയാം. ഞങ്ങളോട് ഇൻസ്പെക്ടർ ചിങ്ക സാർ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഓർഡർ ഫോളോ ചെയ്യുന്നവരാണ്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് വിലങ്ങണിച്ച് നിർത്താനാണ്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഇടിച്ച് പരിപ്പെടുക്കും ഞാൻ. ചിങ്കം അങ്ങനെ പറഞ്ഞോ? അയാൾ ഇങ്ങോട്ട് വരട്ടെ, വരാൻ പറ അയാളോട്. DIG സാർ എത്തിക്കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് സാർ. വരൂ സാർ, നോക്കൂ ഞങ്ങൾ ആരെയും പിടിച്ചിരിക്കുന്നേന്ന്. ഒരു കുഴപ്പമില്ല, ഞാൻ കുറച്ച് തിരക്കിലാണ്. പിന്നെ വന്ന് കണ്ടോളാം. പ്ലീസ് സാർ, ഒരു പ്രാവശ്യം കണ്ടിട്ട് പോ. ദേ നോക്കിയേ പ്ലീസ്. പോലീസിന്റെ യൂണിഫോം ഇട്ട് പറ്റിക്കാൻ നോക്കുക. ഇവൻ വിചാരിച്ചിരിക്കുന്നത് പോലീസൊക്കെ മണ്ടന്മാരാണെന്നാ. ചിങ്കത്തിനെ വേഗം ഫോൺ വിളിക്ക്. ഞാനാ പറയുന്നേ, ചിങ്കത്തിനെ ഒന്ന് വേഗം വിളിക്ക്. ഇവൻ സംസാരിക്കുന്നത് അധികമാണ്. എന്തെങ്കിലും ചെയ്യവനെ. ഗുഡ് ജോബ്, ഗുഡ് ജോബ്. ഞാൻ സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലം വാങ്ങിത്തരും. ഓക്കേ. താങ്ക് യു സാർ. എന്താ എന്റെ അമ്മ? ഇന്ത്യയാണ് സത്യം, ഭാരത മാതാവാണ് സത്യം. നിങ്ങളെ ആരാണോ ഈ പരുവത്തിലാക്കിയത് അവരെ ഞങ്ങൾ വെറുതെ വിടില്ല. ഭാരതമാതാവാണ് സത്യം. ജീവിതകാലം മുഴുവൻ ജയിലിനകത്ത് ഇട്ട് അഴി എണ്ണിപ്പിക്കും ഞാൻ. സാർ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇത് റെഡ് കാറിൽ വന്ന DIG അല്ല, ബ്ലാക്ക് കാറിൽ വന്ന DIG ആണ്. ഇതാണ് നിങ്ങൾ പറഞ്ഞ സ്വർണത്തിന്റെ സ്മഗ്ലർ. പോലീസ് യൂണിഫോം ഇട്ടത് കൊണ്ടാണ് സാറ് സംശയിക്കുന്നത്. പക്ഷെ ഞങ്ങളെ അങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റില്ല സാറേ. നിങ്ങൾക്ക് എന്ത് ധൈര്യമുണ്ടായിട്ട് ഈ ഓഫീസറുടെ മുഖം ഇങ്ങനെ ആക്കിയത്? ഹൗ ഡെയർ യു ചിങ്കം? ഷൂട്ട് ദം, ഷൂട്ട് ദം. എനിക്ക് തോന്നുന്നു സ്മഗ്ലറെ നമ്മൾ വെറുതെ വിട്ടിട്ട് DIG സാറിനെ സ്മഗ്ലർ ആണെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുക. സോറി സാർ, സോറി സാർ, ഹ്യൂമൻ എറർ. സാർ, എപ്പോ ഞങ്ങൾ ആ റെഡ് കാർ സ്മഗ്ലറിനെ പിടിച്ചോണ്ട് വരുന്നു അതുവരെ നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ വന്ന് നിൽക്കില്ല. ആ കഴുതയുടെ പുറത്ത് കയറി പോകാം.
ഇതെന്ത് ഡ്യൂട്ടിയാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? സല്യൂട്ട് ചെയ്, സല്യൂട്ട്. എന്നിട്ട് നിങ്ങൾ നിന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോവും. സോറി സാർ. ഇത് അവൻ തന്നെ സ്മഗ്ലറാണ്. എടാ നിക്കടാ, നീ സ്മഗ്ലർ അല്ലേ? പത്തലോ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. ദേ പിടിച്ചോ, സമൂസ കഴിക്കാൻ പണി തുടങ്ങിക്കോ. പൊളിച്ചേ. നീ രക്ഷപ്പെട്ടത് അങ്ങോട്ടാ പോവുക, അവിടെ നിൽക്കാനാ പറഞ്ഞത്. അങ്ങോട്ട് മാറി നിക്ക് സാറേ, അങ്ങോട്ട് മാറി നിക്ക്. മാറിപ്പോകേണ്ടത് നിങ്ങളാണ്. ഞാൻ നിങ്ങളെ രണ്ടാളെയും ഇപ്പോ ഈ നിമിഷം തന്നെ ട്രാഫിക് പോലീസ് ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നു. സാറേ മാറി നിക്ക്, ദയവ് ചെയ്ത് പറയുന്ന കേക്ക്. ആകാശത്തുനിന്ന് കഷ്ടകാലം വന്നോണ്ടിരിക്കുക. ഈ ചിങ്കത്തിനും ബബിൾ ഗമ്മിനും നീ ആദ്യമേ തന്നെ പ്രശ്നമുണ്ടാക്കിയില്ലേ? ഇനി നീ ഇപ്പൊ എന്ത് പുതുതായി ഉണ്ടാക്കാനാ? ഇനി എന്ത് സംഭവിച്ചാലും അത് മുകളിലുള്ളവന്റെ കയ്യിലാണുള്ളത്. മോട്ട് പറഞ്ഞതല്ലേ മാറി നിൽക്കാൻ, പക്ഷേ നിങ്ങൾ മാറിയില്ല. ഇനി അനുഭവിക്ക്. കമോൺ, സല്യൂട്ട്. സാറേ, നിങ്ങളുടെ സ്മഗ്ലർ കാറിലുണ്ട്. അവനെ പിടിച്ചിരിക്കുന്നു. മാത്രമല്ല, ദേ കണ്ടില്ലേ സ്വർണങ്ങള് എല്ലാം ഇപ്പൊ തെളിവായി കഴിഞ്ഞു. മോട്ടു പത്ലു, നിങ്ങൾ ട്രാഫിക് കൺട്രോളേഴ്സ് ആവേണ്ടവരല്ല. പക്ഷേ നിങ്ങളുടെ ധൈര്യം പ്രശംസനീയമാണ്. നിങ്ങൾ വലിയൊരു സ്മഗ്ലറിനെയാണ് പിടിച്ചിരിക്കുന്നത്. മാത്രമല്ല സ്വർണവും പിടിച്ചെടുത്തു. നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ സർക്കാരിൽ നിന്ന് പ്രതിഫലം വാങ്ങിത്തരാം. ഓൾ ദി ബെസ്റ്റ് മോട്ടു പത്ലു. താങ്ക് യു, Thank you, സാർ. sir.